ആരാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ? മദ്രാസ് ലോ ജേണൽ മാസികയ്ക്ക് തുടക്കം കുറിച്ചു. തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം നയിച്ചു. കോൺഗ്രസ് അധ്യക്ഷനായ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരേ ഒരു മലയാളി. കോൺഗ്രസുകാരും മലയാളിയും മറന്ന കോൺഗ്രസ് പ്രസിഡന്റ്. കേസരി ചാപ്റ്റർ 2 വളരെ നാളുകൾക്ക് ശേഷം വന്ന അക്ഷയ് കുമാറിന്റെ ഒരു നല്ല ഹിന്ദി സിനിമ. മലയാളിയായ സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന മഹാവ്യക്തിത്വത്തിന്റെ ജീവിതത്തിലെ ഒരു താള് തുറന്നു കാട്ടുന്ന ഒരു സിനിമ. അധികാര സ്ഥാനങ്ങളെക്കാൾ വലുതാണ് സ്വന്തം മനസാക്ഷിയും സ്വന്തം രാജ്യവും സത്യവും നീതിയും എന്ന് പറയാതെ പ്രവർത്തിച്ചു കാണിച്ച ഒരു വ്യക്തിത്വം. അതാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ. പ്രീണനം നടത്തിയും മറ്റുള്ളവരെ തമ്മിലടിപ്പിച്ചും അധികാരം കൈക്കലാക്കാൻ പാടുപെടുന്നവരുടെ ഇടയിൽ വേറിട്ട ഒരു ശബ്ദമാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഫലപ്രാപ്തി നോക്കാതെ സ്വന്തം മനസാക്ഷിക്ക് വേണ്ടിയും സ്വന്തം രാജ്യത്തിനു വേണ്ടിയും പ്രവർത്തിച്ച വ്യക്തി. പാലക്കാടിനടുത്ത് മങ്കര എന്ന ഗ്രാമത്തിലാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത്. പഴയ ബ്രിട്ടീഷ് മലബാറിൽ ചരിത്ര നദിയായ നീള, അതായത് ഭാരതപ്പുഴയുടെ തീരത്താണ് മങ്കര എന്ന ഗ്രാമം. 99ഓളം തറവാടുകൾ ഉണ്ടായിരുന്ന മങ്കരയിൽ ടിപ്പുവിന്റെ പടയോട്ട കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഭൂരിഭാഗവും ഇല്ലാതായി. ആ കൊടുങ്കാറ്റിലും ധീരതയോടെ നിലകൊണ്ട ഒരു തറവാടാണ് ചേറ്റൂർ തറവാട്. സ്വന്തമായി കളരിയും പരദേവതയും വെച്ചാരാധനയുമുള്ള ആ തറവാട്ടിലാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ പിറന്നത്. 1857 ജൂലൈ 11 ശനിയാഴ്ച ചതയം നക്ഷത്രത്തിൽ മങ്കര ചേറ്റൂർ തറവാട്ടിൽ പാർവതി അമ്മയുടെയും ഗുരുവായൂർ മാമായിൽ രാവുണ്ണിപ്പണിക്കരുടെയും മകനായി സർ ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചു. കനോലി കനാലിന്റെയും നിലമ്പൂർ തേക്കിൻ തോട്ടത്തിന്റെയും നിർമ്മാണത്തിലൂടെ ചരിത്രപ്രസിദ്ധനായ മലബാർ കളക്ടർ ഹെൻറി വാലന്റൈൻ കനോലിയുടെ ക്ലർക്കായും ബ്രിട്ടീഷ് ഗവൺമെന്റിൽ തഹസിൽദാറായും ശങ്കരൻ നായരുടെ അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സർ ചേറ്റൂർ ശങ്കരൻ നായർ 6 വയസ്സുവരെ സംസാരിച്ചിരുന്നില്ല. 6ാം വയസ്സിൽ അച്ഛനോടൊപ്പം പഴനിയിൽ പോയി പടികൾ കയറി മുകളിലെത്തിയപ്പോഴാണ് ആദ്യമായി ശരണം വിളിയോടെ സംസാരിച്ചത്. സംസാരശേഷി കിട്ടിയതോടെ കുട്ടിയായ ശങ്കരൻ സംസ്കൃത പഠനവും കളരിയും യോഗചര്യകളും വളരെ എളുപ്പത്തിൽ അഭ്യസിച്ചു. 9ാം വയസ്സിൽ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അങ്ങാടിപ്പുറത്താണ് അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് കോഴിക്കോടും കണ്ണൂരുമായി പലയിടത്തേക്കും അച്ഛന്റെ സ്ഥലം മാറ്റത്തിനൊപ്പം ശങ്കരന്റെ വിദ്യാഭ്യാസവും മാറ്റേണ്ടി വന്നു. എങ്കിലും വളരെ ഉയർന്ന മാർക്കോടെ പരീക്ഷ പാസ്സായി. 1875 ആണ് ശങ്കരൻ നായർ മദ്രാസിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിൽ BA ചേർന്നു. വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം BA ഡിഗ്രി പൂർത്തിയാക്കിയത്. ചെറുപ്പത്തിൽ പോലും സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിലും എഴുതുന്നതിലും യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ശങ്കരൻ നായർ. പിന്നീട് മദ്രാസ് ലോ കോളേജിൽ നിയമപഠനത്തിന് ചേരുകയും 1ാം റാങ്കോടെ BL ബിരുദം നേടുകയും ചെയ്തു. വക്കീലാകാൻ 1 വർഷത്തെ പരിശീലനം ആവശ്യമായതുമൂലം അദ്ദേഹം മദ്രാസിലെ പ്രസിദ്ധ ബാരിസ്റ്ററായ സർ ഹൊറേഷ്യോ ഷെപ്പേഡിന്റെ കീഴിൽ അപ്രന്റീസായി ചേർന്നു. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം 1880 തന്റെ 23ാം വയസ്സിൽ അദ്ദേഹം സ്വതന്ത്ര അഭിഭാഷകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1882 മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച മലബാർ ലാൻഡ് ഡെലിവർ കമ്മിറ്റിയിൽ ശങ്കരൻ നായരും അംഗമായിരുന്നു. മലബാർ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുകയും ശങ്കരൻ നായർ ചെയ്തിട്ടുണ്ട്. പ്രഗത്ഭനായ അഭിഭാഷകൻ എന്ന സേലം രാമസ്വാമി മുതലിയാരുമായി ചേർന്ന് ശങ്കരൻ നായർ മദ്രാസ് ലോ ജേണൽ MLJ എന്ന മാസികയ്ക്ക് തുടക്കം കുറിച്ചു. 1889 അദ്ദേഹം മദ്രാസ് സർവകലാശാലയുടെ സെനറ്റ് അംഗമായി. വൈകാതെ സിൻഡിക്കേറ്റ് അംഗമായും നിയമിക്കപ്പെട്ടു. 1894 അന്നത്തെ മദ്രാസ് സർക്കാരിന്റെ വിദേശമദ്യം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ മൂലം ദുരിതത്തിലായ തൊട്ടുകൂടാത്തവരായ മലബാറിലെ കള്ളുചെത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് 5000ഓളം പേർ പങ്കെടുത്ത സമരം നയിച്ചുകൊണ്ടാണ് ശങ്കരൻ നായർ പൊതുപ്രവർത്തനം തുടങ്ങിയത്.
ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനാ പ്രവർത്തനം തന്നെ അതായിരിക്കാം. 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 13ാം സമ്മേളനം 1897 ഡിസംബറിൽ ബോംബെ പ്രസിഡൻസിയിലെ അമരാവതിയിൽ വെച്ച് നടന്നു. അവിടെ വെച്ചാണ് മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് ചരിത്രത്തിൽ ആ സ്ഥാനത്തെത്തുന്ന ഒരേയൊരു മലയാളി എന്ന ബഹുമതി അന്ന് അദ്ദേഹത്തിന് സ്വന്തമായി. ആ സംഘടനയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. മലബാർ മാരേജ് ആക്ടും മരുമക്കത്തായം ആക്ടും കൊണ്ടുവന്നത് ശങ്കരൻ നായർ ആണ്. 1899 മദ്രാസ് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഥവാ അഡ്വക്കേറ്റ് ജനറലായി ശങ്കരൻ നായർ നിയമിതനായി. കൂടാതെ 1908 വരെ ആക്ടിംഗ് ജഡ്ജായും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അഡ്വക്കേറ്റ് ജനറൽ ആകുന്നത് ശങ്കരൻ നായർ ആണെന്ന് പറയപ്പെടുന്നു. അത്രയും പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. 1908 മദ്രാസ് ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി ശങ്കരൻ നായർ നിയമിതനായി. 1915 വരെ ആ പദവിയിൽ അദ്ദേഹം തുടർന്നു. ഒരു ബ്രിട്ടീഷ് ഹൈക്കോടതിയിലെ ആദ്യ മലയാളി ജഡ്ജിയും ബാരിസ്റ്റർ ബിരുദം ഇല്ലാത്ത ജഡ്ജിയാകുന്ന ആദ്യ ഹൈക്കോടതി ജഡ്ജി കൂടിയാണ് ശങ്കരൻ നായർ. വളരെ സുപ്രധാനമായ പല വിധികളും അദ്ദേഹം ആ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. 1902 ഇന്ത്യയിലെ സർവകലാശാലകളുടെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മീഷനിൽ മദ്രാസിലെ സെക്രട്ടറിയായി ശങ്കരൻ നായരെ നിയമിച്ചിരുന്നു. 1904 അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി എഡ്വേർഡ് ഏഴാമൻ ശങ്കരൻ നായരെ CIE കമ്പാനിയൻ ഓഫ് ദ ഇന്ത്യൻ എംപയർ എന്ന ബഹുമതി നൽകി ആദരിച്ചു. 1912 ബ്രിട്ടീഷ് ഗവൺമെന്റ് സാർ സ്ഥാനം നൽകി ആദരിച്ചു എന്ന് വിഖ്യാത ചരിത്രകാരനായ പ്രൊഫസർ MGS നാരായണൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് മുന്നിലുള്ള പ്രസിദ്ധമായ ദീപസ്തംഭം ശങ്കരൻ നായർ സ്ഥാപിച്ചത്. ഈ കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായി അദ്ദേഹം പറയുന്നത്. 1915 ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഭാരതീയരുടെ ഏക പ്രതിനിധി എന്ന ചരിത്ര നിയോഗം അദ്ദേഹത്തെ തേടിയെത്തി. ആ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി സർ ശങ്കരൻ നായരാണ്. ഒരു സ്വതന്ത്ര ഭരണ ചുമതല ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഭരണാധികാരിയാണ് സർ ശങ്കരൻ നായർ. ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് ശക്തമായ അടിത്തറ നൽകുന്നതിന് സർ ശങ്കരൻ നായർക്ക് സാധിച്ചു. 1948 സ്വതന്ത്ര ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ S രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള സമിതി നിയമിതമാകും വരെ നീണ്ട 31 വർഷം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രവർത്തിച്ചത് ശങ്കരൻ നായർ നിയമിച്ച സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാല നിർമ്മിക്കാൻ അകമഴിഞ്ഞ് സഹായിക്കുകയും സർക്കാരിൽ നിന്ന് സഹായങ്ങൾ നൽകുകയും ചെയ്തു. ആ സർവകലാശാലയുടെ ഉദ്ഘാടനത്തിൽ വിശിഷ്ടാതിഥിയായിരുന്നു സർ ശങ്കരൻ നായർ. അവിടെ വെച്ചാണ് ശങ്കരൻ നായർ ആദ്യമായി മഹാത്മാഗാന്ധിയെ നേരിൽ കാണുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് ഒരു വിഷയമായി ഉന്നയിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് അദ്ദേഹം മുന്നിട്ടിറങ്ങി. ബ്രിട്ടീഷ് സർക്കാരിലെ ഉന്നതനായ ശങ്കരൻ നായർക്ക് സ്വന്തം തറവാട്ടിൽ വന്ന് പോകുന്നതിന് വേണ്ടിയാണ് പാലക്കാട് മങ്കരയിൽ 1915 അന്നത്തെ വൈസ്രോയി മങ്കര റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതിനും 1919 മാർച്ച് 5 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നതിനും ശങ്കരൻ നായർ കാരണമായി. ഈ കാലത്താണ് റൗലറ്റ് ആക്ട് ഇന്ത്യക്കാർക്കെതിരെ പാസാക്കിയത്. ഇതിനെ ശങ്കരൻ നായർ വളരെ ശക്തമായി എതിർത്തു. സ്വതന്ത്ര സമര പ്രക്ഷോഭങ്ങളെ വളരെ എളുപ്പം നേരിടുന്നതിനുള്ള ഒരു ആയുധമായിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ കരിനിയമത്തിനെതിരെ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടന്നു. ഏപ്രിൽ 10 കോൺഗ്രസിന്റെ 2 നേതാക്കളെ അറസ്റ്റ് ചെയ്തു. 1919 ഏപ്രിൽ 13 അമൃതസറിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പ്രകടനമാണ് കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. ജനറൽ ഡയർ ആണ് ഈ കൊടും ക്രൂരതയുടെ സൂത്രധാരൻ.
90 പട്ടാളക്കാരുമായി അമൃതസറിൽ ജാലിയൻ വാലാബാഗ് എന്ന ഉദ്യാനത്തിൽ എത്തുകയും അവിടെ യോഗം ചേരുകയായിരുന്ന 20,000-ഓളം ആളുകൾക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇത് ചെയ്തത്. ഇതിൽ യഥാർത്ഥത്തിൽ 1000-ലധികം ആളുകൾ മരണപ്പെടുകയും 1500-ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇത് ശങ്കരൻ നായരെ വളരെയധികം വിഷമിപ്പിക്കുകയും അദ്ദേഹം വൈസ്രോയി കൗൺസിലിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. 1919 ജൂലൈ 23-ന് സർ ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. ബ്രിട്ടീഷ് സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. ശങ്കരൻ നായർ രാജിവെച്ച് 2 ആഴ്ചക്കകം പഞ്ചാബിലെ പട്ടാള നിയമം പിൻവലിച്ചു. ശങ്കരൻ നായരുടെ രാജിയിൽ ഞെട്ടിയ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ സാമുവൽ മൊഡക്യു പഞ്ചാബിലെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും വില്യം ഹണ്ടറിന്റെ അധ്യക്ഷതയിൽ 8 അംഗങ്ങളുള്ള ഒരു ഹണ്ടർ കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. ഇതിലൂടെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വിവരം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ മൊഡക്യു ഇംഗ്ലണ്ടിൽ ഒരു പാർലമെന്ററി സമിതി രൂപീകരിക്കുകയും അവിടെ തെളിവ് കൊടുക്കാൻ ശങ്കരൻ നായരെ ക്ഷണിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ യഥാർത്ഥ സംഭവം ബ്രിട്ടീഷ് പൊതുസമൂഹത്തിൽ എത്തിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം മൊഡക്യു ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൗൺസിലിൽ അംഗമാകാൻ ശങ്കരൻ നായരെ ക്ഷണിച്ചു. അത് തന്റെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നതിനും രാജ്യത്തിനെ സഹായിക്കുന്നതിനും ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയ ശങ്കരൻ നായർ, രാജ്യസ്നേഹിയായ ശങ്കരൻ നായർ 1920 ജനുവരി 2-ന് ആ അംഗത്വം സ്വീകരിച്ചു. ഹണ്ടർ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് 1920 ജനറൽ ഡയർ ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തപ്പെടുകയും പിന്നീട് രാജിവെപ്പിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കൗൺസിൽ അംഗത്വം രാജിവെച്ച് ശങ്കരൻ നായർ ഇന്ത്യയിലേക്ക് തിരികെ വന്നു. 1922 ജനുവരി 16-ന് സർവകക്ഷി സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ശങ്കരൻ നായർ. ഗാന്ധിജിയുടെ പല ആശയങ്ങളോടും യോജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഗാന്ധിജിയുടെയും കോൺഗ്രസിന്റെയും ഖിലാഫത്തിനെ കൂട്ടുപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുമ്പോൾ രൂപപ്പെട്ടു വരുന്ന ഭാവിയിലെ വർഗീയതയുടെ വിഷവിത്ത് വളർന്നു വരുന്നത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. പിന്നീട് നാട്ടുരാജ്യമായ ഇൻഡോറിലെ യശ്വന്ത് ഹോൾക്കർ 2ാമൻ മഹാരാജാവിന്റെ ദിവാനായി ശങ്കരൻ നായർ നിയമിതനായി. അവിടെ വെച്ചാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതുന്നത്. ഈ കൃതി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു. കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ അദ്ദേഹത്തിന് അയിത്തം കൽപ്പിച്ചു. പക്ഷെ ശങ്കരൻ നായർ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിന്റെ കൊടും ക്രൂരതകൾക്ക് വഴിതെളിയിച്ചത് അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായ സർ മൈക്കിൾ ഒഡയർ ആണെന്ന് ശങ്കരൻ നായർ തന്റെ പുസ്തകത്തിൽ എഴുതി. 1922 ഇത് വായിച്ച ഒഡയർ ശങ്കരൻ നായർ പുസ്തകം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നായർ അത് തള്ളിക്കളഞ്ഞു. ഇതിനെതിരെ ഇംഗ്ലണ്ടിലെ പരമോന്നത നീതിപീഠത്തിൽ ശങ്കരൻ നായർക്കെതിരെ കേസ് കൊടുക്കുകയും ശങ്കരൻ നായർ ആ കേസ് തോൽക്കുകയും ചെയ്തു. കേസിൽ തോറ്റെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇത് സഹായിച്ചു. പഞ്ചാബിലെ ധീര നേതാവായി ജനങ്ങൾ ശങ്കരൻ നായരെ കണ്ടു. ഇന്നും ജാലിയൻ വാലാബാഗിലെ മ്യൂസിയത്തിൽ ബുദ്ധൻ സിംഗിനൊപ്പം ശങ്കരൻ നായരുടെ പേരും കൊത്തിയ ഫലകമുണ്ട്. സ്വന്തമായിരുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും സ്വന്തം നാട്ടുകാരും മറന്നെങ്കിലും പഞ്ചാബിലെ ധീര നേതാവാണ് ശങ്കരൻ നായർ. 1926 ഏപ്രിൽ മാസം ശങ്കരൻ നായരും പത്നിയും ഹിമാലയത്തിലെ പുണ്യക്ഷേത്രമായ ബദ്രിനാഥിൽ തീർത്ഥയാത്ര പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പത്നി അനന്തനിദ്രയിൽ ലയിക്കുകയും ആ വിയോഗം അദ്ദേഹത്തെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്തു. പിന്നീട് 1926 നിലവിൽ വന്ന 2ാം കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ മദ്രാസിൽ നിന്നുള്ള അംഗമായി ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് വൈസ്രോയി ലോർഡ് ഇർവിൻ ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ശങ്കരൻ നായരെ അതിന്റെ അധ്യക്ഷനായി നിയമിച്ചു. ഈ സ്ഥാനം ഏറ്റെടുത്തതോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ശങ്കരൻ നായർ കൂടുതൽ വെറുക്കപ്പെട്ടവനായി. 1930 ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം വിരമിച്ചു. തന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ തന്റെ ഇളയ മകൾ അനുജയുടെയും അവരുടെ ഭർത്താവ് KPS മേനോന്റെയും കൂടെ സിലോണിലാണ് താമസിച്ചിരുന്നത്. 1934 മാർച്ചിൽ തന്റെ 76-ാം വയസ്സിൽ മദനപ്പള്ളിയിൽ താമസിച്ചിരുന്ന തന്റെ 3ാമത്തെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന വിവരമറിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാർ മറിയുകയും അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. അതോടെ സംസാരശേഷി നഷ്ടപ്പെടുകയും
ഒരു മാസത്തിന് ശേഷം 1934 ഏപ്രിൽ 24 മദ്രാസിലെ ലിൻവുഡ് ലൈൻ താമസിച്ചിരുന്ന മൂത്ത മകൾ ലേഡി മാധവൻ നായരുടെ സ്പ്രിംഗ് ഗാർഡൻ എന്ന വീട്ടിൽ വെച്ച് ആ മഹാപ്രതിഭ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മദ്രാസിൽ നിന്നും ജന്മനാടായ മങ്കരയിൽ എത്തിക്കുകയും ഏപ്രിൽ 24 അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ അടുത്ത് അദ്ദേഹത്തിന്റെയും ചിതയൊരുങ്ങി. ശങ്കരൻ നായരുടെ ഏക മകനായ പാലാട്ട് രാവുണ്ണി മേനോൻ എന്ന RM പാലാട്ട് തൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് നിർമ്മിച്ച ഒരു കീർത്തി സ്മാരകം ഇന്നും ആ പറമ്പിൽ കാണാം. രാജ്യസ്നേഹത്തിന് മുൻപിൽ മറ്റൊന്നും വലുതല്ല എന്ന് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു സർ ചേറ്റൂർ ശങ്കരൻ നായർ.